അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോതമംഗലത്ത് പട്ടയമേള സംഘടിപ്പിച്ചു. കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ താലൂക്ക് പരിധിയിലെ പട്ടയങ്ങളുടെ വിതരണോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ താലൂക്ക് പരിധിയിലെ പട്ടയങ്ങളാണ് കോതമംഗലത്തെ പട്ടയമേളയിൽ വിതരണം ചെയ്തത്. കോതമംഗലം ചെറിയപള്ളി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. എത്രയോ കൊല്ലമായി കടൽ പുറമ്പോക്കത്തിന് വേണ്ടി വിതരണം ചെയ്യാതെ കിടക്കുന്ന ഭൂമികൾ ഇങ്ങനെ തുടങ്ങി കരയിലും കാനത്തിലും ഉൾപ്പെടെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള പരാതികൾ പരിഹരിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് ഒപ്പം നിൽക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കോതമംഗലം താലൂക്കിൽ 50, കുന്നത്തുനാട് താലൂക്കിൽ 39, മൂവാറ്റുപുഴ താലൂക്കിൽ 44 എന്നിങ്ങനെ 133 പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത്. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV ശ്രീനിജൻ MLA മുഖ്യ അതിഥിയായി പങ്കെടുത്തു. MBI ചെയർമാൻ EK ശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ CK, കുട്ടമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, കുട്ടമ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ശിവൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വിനോദ് രാജ്, ഡെപ്യൂട്ടി കളക്ടർ LR സുനീത ജേക്കബ്, തഹസീൽദാർമാരായ മഞ്ജുഷ VS, മായ M, ബേബി റോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം.